ഏതൊക്കെ ഇടങ്ങളിലാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്? വിശദമായി തന്നെ നമുക്ക് നോക്കാം. 2000-ൽ താഴെ വോട്ടിന് സ്വരാജ് ജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. പോത്തുകൽ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ നഗരസഭയിൽ 1000-ലധികം വോട്ടിന്റെ ലീഡ് ഉണ്ടാകുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപാലും TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. നമുക്ക് ആദ്യം കണക്ക് നോക്കാം. ആർ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഇടതുമുന്നണിയുടെ കണക്കെന്നാൽ ബൂത്ത് എണ്ണി തിട്ടപ്പെടുത്തുന്ന കണക്കാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പിനും ശേഷം ആ ദിവസം രാത്രിയോടുകൂടി തന്നെ തയ്യാറാകുന്നതുമാണ്. ഇന്നലത്തെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്ത് എണ്ണി കൃത്യമായി തിട്ടപ്പെടുത്തിയ കണക്കനുസരിച്ച് ജയസാധ്യതയിലേക്ക് അവരെ എത്തിക്കുന്ന അല്ലെങ്കിൽ ജയത്തിലേക്ക് എത്തിക്കുമെന്ന് അവർ കരുതുന്ന ഭാഗങ്ങൾ ഏതൊക്കെ പഞ്ചായത്തുകളിലാണ്? നഗരസഭയിൽ ലീഡുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ്. സുജയ പാർവതി, LDFന്റെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലാണ്. അതിൽ LDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ബൂത്ത് അടിസ്ഥാനത്തിൽ ചെയ്ത വോട്ട് അത് പ്രാദേശികമായി ചുമതലപ്പെടുത്തിയ കമ്മിറ്റി അവർ നൽകിയ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ കണക്കുകൂട്ടലാണ്. LDFന് നിലമ്പൂരിൽ 80,233 വോട്ട് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. UDFന് 78,595 വോട്ടും NDAക്ക് 8,335 വോട്ടും PV അൻവറിന് 5,120 വോട്ടും മാത്രം ലഭിക്കും എന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അവരുടെ പ്രതീക്ഷയാണ്. LDF ഓരോ പഞ്ചായത്ത് തലത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ വഴിക്കടവിൽ LDFന് 12,416, UDFന് 13,583, NDA സ്ഥാനാർത്ഥിക്ക് 1,750, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ PV അൻവറിന് 1,236. UDFന് വഴിക്കടവ് പഞ്ചായത്തിൽ 1,167 വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. മൂത്തേടം പഞ്ചായത്തിലേക്ക് പോയാൽ LDFന് അവിടെ 7,324 വോട്ട് ലഭിക്കും. UDFന് 8,147 വോട്ട്, NDAക്ക് 813 വോട്ട്, അൻവറിന് 665 വോട്ട്. ഈ മൂത്തേടം പഞ്ചായത്തിലും UDFന് 823 വോട്ട് ലീഡ് ലഭിക്കുമെന്ന് LDF കണക്കുകൂട്ടുന്നു. എടക്കര പഞ്ചായത്തിലേക്ക് നോക്കിയാൽ LDF അവിടെ 7,907 വോട്ടും, UDF 8,245 വോട്ടും, NDA 913 വോട്ടും. അൻവർ അവിടെ 478 വോട്ട് പിടിക്കുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. UDFന് എടക്കര പഞ്ചായത്തിൽ 338 വോട്ട് ലീഡ് ലഭിക്കുമെന്ന് LDF കണക്കുകൂട്ടുന്നു. പോത്തുകൽ പഞ്ചായത്ത് LDFന് അവിടെ 1042 വോട്ട് ലീഡ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പോത്തുകൽ പഞ്ചായത്തിൽ LDFന് 8,917 വോട്ട്, UDFന് 7,875 വോട്ട്, NDAക്ക് 702 വോട്ട്, PV അൻവറിന് 397 വോട്ട്. പോത്തുകൽ പഞ്ചായത്തും ചുങ്കത്തറയിലും കരുളായിലും അമരമ്പലത്തുമൊക്കെയുള്ള കണക്കുകൾ അവിടെ ചുങ്കത്തറയിൽ നോക്കിയാൽ UDFന് 694 വോട്ട് ലീഡ് ലഭിക്കുമെന്ന് പറയുന്നു. LDF അവിടെ 10,506 വോട്ട്, UDF 11,200 വോട്ട്, NDA 1,259 വോട്ട്, PV അൻവർ 681 വോട്ട്. അവിടെ UDFന് 694 വോട്ട്. ചുങ്കത്തറയിലാണ്. ചുങ്കത്തറ പഞ്ചായത്തിൽ UDF 694 വോട്ടിന് ലീഡ് ചെയ്യുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. കരുളായി നോക്കിയാൽ കരുളായി പഞ്ചായത്തിൽ LDFന് 1,367 വോട്ട് ലഭിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. അവിടെ LDFന്റെ വോട്ട് 7,917, UDFന് 6,550, NDAക്ക് 467, PV അൻവറിന് 384. ഇങ്ങനെയാണ് കരുളായി പഞ്ചായത്തിൽ LDF പ്രതീക്ഷിക്കുന്ന വോട്ട് കണക്ക്. അമരമ്പലം പഞ്ചായത്തിൽ LDFന് 1,244 വോട്ട് ലീഡാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ LDFന്റെ വോട്ട് 11,699, UDFന് 10,455, NDAക്ക് 1,243, PV അൻവറിന് 477 വോട്ട്. പിന്നീട് നിലമ്പൂർ നഗരസഭയാണ്. നിലമ്പൂർ നഗരസഭയിൽ LDF ഏതാണ്ട് 1,007 വോട്ട് ലീഡ് പ്രതീക്ഷിക്കുകയാണ്. അവിടെ LDFന്റെ വോട്ടായി അവർ കണക്കാക്കുന്നത് 13,547, UDFന് 12,540, NDAക്ക് 1,188, PV അൻവറിന് 802 വോട്ട്. അങ്ങനെ നിലമ്പൂർ നഗരസഭയിൽ LDF കണക്ക് കൂട്ടുന്നത് 1,007 വോട്ടിന് ലീഡ് ലഭിക്കുമെന്നാണ്. 2021 കണക്കുകൾക്ക് വ്യത്യസ്തമായി LDF ഈ തവണ ഏതാണ്ട് 2000-നടുത്ത് വോട്ടിന് നിലമ്പൂർ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. 2000 മുകളിൽ വോട്ടിനാണ് കഴിഞ്ഞ തവണ നിലമ്പൂർ PV അൻവറിലൂടെ LDF നിലനിർത്തിയത്. പക്ഷേ ഈ തവണ LDF വിജയിക്കുമെന്ന് ബൂത്ത് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് തലത്തിലുള്ള കണക്ക് നിരത്തിക്കൊണ്ട് LDF നേതൃത്വം പറയുന്നു. സുജയ, ഏതായാലും ഇനി UDFന്റെ കണക്ക് കൂടെ വരാനുണ്ട്. UDF ഉച്ചയോടെ
ബൂത്ത് അടിസ്ഥാനത്തുള്ള കണക്കുകൾ ശേഖരിച്ച അവരുടെ പ്രതീക്ഷയും അവരുടെ വോട്ട് പ്രതീക്ഷയും അവരുടെ വിജയപ്രതീക്ഷയും പങ്കുവെക്കും. ഓക്കെ, പ്രതീക്ഷിച്ച വോട്ട് പോളിംഗ് ശതമാനം അതിനുശേഷമുള്ള കണക്ക് അതിനുശേഷമുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ LDF-നെ നമ്മൾ കാണുന്നത്.